प्यारे बच्चों नमस्कार। 10वीं कक्षा के ऑनलाइन क्लास की ओर सब छात्रों को स्वागत। तुमने विक्टर्स चैनल द्वारा बीरबहुटी नामक कहानी का परिचय पाया है। यह कहानी किसके संबंध है? हाँ, प्यार और दोस्ती के संबंध। कहानी किसने लिखा? प्रभात। कहानी के मुख्य पात्र कौन कौन है? ബേല और സാഹിൽ. അതെ, പ്രധാന കഥാപാത്രങ്ങളാണ് ബേലയും സാഹിലും. ആ കുട്ടികൾക്കിടയിലുള്ള സൗഹൃദത്തെക്കുറിച്ച് പറയുന്ന ഒരു കഥയാണിത്. നമുക്കറിയാം. प्रभात ने लिखी हुई कहानी में कई घटनाएं हैं. इस घटनाओं के आधार पर तुम्हें परीक्षा के लिए प्रश्न आते हैं ना, वे किन किन है? पटकथा, डायरी, वार्तालाप, പത്ര ആദി. കഥയിലെ ഘടനകളെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമുക്ക് പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻസ് വരാറുള്ളത്. അതിൽ പ്രധാനപ്പെട്ടതാണ് പട്കഥ. इनमें मुख्य है पटकथा. आज हम पटकथा के संबंध चर्चा करने जा रहे हैं. पटकथा क्या है? തിരക്കഥ ഒരു പ്രത്യേക സംഭവത്തെ അല്ലെങ്കിൽ കഥയെ ദൃശ്യവൽക്കരിക്കുന്നതിനായി എഴുതി തയ്യാറാക്കുന്ന ഒരു രൂപരേഖയാണ് തിരക്കഥ എന്ന് പറയാം. पटकथा याद है क्या? नवीन कक्षा की टीवी नामक पटकथा, इससे तुमने परिचय पाया है. पटकथा तैयार करते समय किन किन बातों पर ध्यान देना है? पद सूरज देखो, दृश्य का विवरण, स्थान और समय की सूचना, पात्रों का उल्लेख, पात्रों के बीच का संवाद. इन बातों पर ध्यान देकर पटकथा लिखना है. इन बातों पर ध्यान देकर एक പട്കഥ കേസ് ലിഖേ. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് ഒരു പട്കഥ നമുക്ക് എങ്ങനെ എഴുതാം? ദേഖോ, ആദ്യം എത്രാമത്തെ ദൃശ്യം എന്ന് രേഖപ്പെടുത്തുക. ഉദാഹരണത്തിന് ആദ്യത്തെ സീനാണെങ്കിൽ ദൃശ്യ ഏക് എന്ന് നമുക്ക് എഴുതാം. പിന്നീട് കഥ നടക്കുന്ന സ്ഥലം, സമയം എന്നിവ സൂചിപ്പിക്കണം. അടുത്തതായിട്ട് കഥാപാത്രങ്ങൾ ആരൊക്കെ, ഉൻകാ നാം, അവരുടെ പേര്, ഉമ്ര, വയസ്സ്, വേഷം ഇവയെക്കുറിച്ച് സൂചിപ്പിക്കുക. പിന്നീട് ബ്രാക്കറ്റിലായിട്ട് നിങ്ങൾക്ക് ദൃശ്യക്കാ വിവരണം ദേനാ ഹെ. ആ സീനിലെ വിവരണം, അവിടെ എന്ത് നടക്കുന്നു എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഒന്നോ രണ്ടോ സെൻറ്റൻസിലായിട്ട് നിങ്ങൾക്ക് അവിടെ എഴുതാവുന്നതാണ്. उसके बाद പാത്രോं के बीच होने वाले संवाद, കഥാപാത്രങ്ങൾക്കിടയിലുണ്ടാകുന്ന സംഭാഷണം. ഈ കാര്യങ്ങളിലൂടെയാണ്, ഈ സ്റ്റെപ്പിലൂടെയാണ് എന്ത്, ഒരു പട്കഥ എഴുതേണ്ടത്. एक नमूना देखो. बीरबहुटी कहानी की पहली घटना क्या है? हाँ, बेला और साहिल स्कूल जाते समय खेत में बीरबहुटियों को खोज रही है. इस प्रसंग पर एक पटकथा देखो. दृश्य एक, पहले लिखा है दृश्य एक. स्थान, कस्बे से सटे खेत, ചെറുപട്ടണത്തിനോട് ചേർന്ന വയൽ, അതാണ് സ്ഥലം. അത് കഴിഞ്ഞ് സമയം എഴുതിയിരിക്കും, സുബഹ് 9 ബജെ. അത് കഴിഞ്ഞ് മൂന്നാമതായിട്ട് എന്താ എഴുതിയത്, പാത്ര, കഥാപാത്രങ്ങൾ. ഏക്, ഒന്നാമത്തെ കഥാപാത്രം സാഹിൽ. 11 साल का लड़का, उसका उम्र वहाँ दिया है, അവൻ്റെ വയസ്സ് അവിടെ കൊടുത്തിരിക്കുന്നു, 11 വയസ്സുള്ള ആൺകുട്ടി. स्कूल वर्दी पहना है. क्या है स्कूल वर्दी माने क्या है? स्कूल യൂണിഫോം അല്ലേ, സ്കൂൾ യൂണിഫോം ധരിച്ചിട്ടുണ്ട്.
दूसरा पात्र രണ്ടാമത്തെ കഥാപാത്രം बेला 11 साल की लड़की സ്കൂൾ വർदी पहनी है പിന്നീട് എന്താ എഴുതിയത് ബ്രാക്കറ്റിലായിട്ട് साहिल और बेला बहुत नज़दीक रहकर भीड़ बहुटियों को खोज रहे हैं അതായത് ആ ദൃശ്യക വിവരൺ ഹേ വഹാം അവിടെ ആ സീനിലിൻ്റെ വിവരണമാണ് സാഹിലും ബേലയും വളരെ അടുത്തിരുന്നു കൊണ്ട് ബീർ ബഹൂട്ടികളെ തേടിക്കൊണ്ടിരിക്കുന്നു और उसके बाद देखो उनके बीच का संवाद അവർക്കിടയിലുള്ള സംഭാഷണമാണ് സാഹിൽ ബേലയോട് साहिल बेला देखो इस बीर बहुटी का रंग तुम्हारे रिबन का जैसा लाल है तुमने कुछ सुना बेला बेला हाँ सुना पहली गंडी ले गई है साहिल लेकिन मुझे पेन में स्याही भी भरवानी है दुकान से बेला तो जल्दी चलो यहाँ एक पटकथा कैसे लिखना है इसके संबंध पढ़ चुका है इस तरह कहानी की बाकी घटनाओं के आधार पर पटकथा तैयार कर देखो आज की कक्षा यहाँ समाप्त होता है धन्यवाद